1956 ഓഗസ്റ്റ് 1. തമിഴ്നാടിനെ ഏറെ ആശങ്കയിലും സമ്മർദ്ദത്തിലും ആഴ്ത്തിക്കൊണ്ടാണ് അന്നത്തെ ദിവസം പുലർന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും രാഷ്ട്രീയ പാർട്ടികളുടെ ആസ്ഥാനങ്ങളിൽ നിന്നുമെല്ലാം ആശങ്ക നിറഞ്ഞ സന്ദേശങ്ങൾ തലങ്ങും വിലങ്ങും പാഞ്ഞു. തമിഴ് ജനതയുടെ ആകെ ആരാധനാപാത്രമായ ഒരു അനിഷേധ്യ നേതാവ് ഏതാനും മണിക്കൂറുകൾക്കകം മദിരാശിയിലെ മെറീനയിൽ വെച്ച് ചില പ്രതിഷേധ പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുകയാണ് എന്നതാണ് വിവരം. അല്പസമയത്തിനകം അദ്ദേഹവും അനുയായികളും ചേർന്ന് അവിടെ വെച്ച് ശ്രീരാമന്റെ ചിത്രങ്ങൾ അഗ്നിക്കിരയാക്കുമെന്നാണ് അറിവ് കിട്ടിയിരിക്കുന്നത്. ദ്രാവിഡ രാജാവായ രാവണനെ വില്ലനായി ചിത്രീകരിച്ച് അഗ്നിക്കിരയാക്കുന്ന ഉത്തരേന്ത്യൻ രാമായണ വായനയ്ക്കുള്ള ബദലായിരുന്നു ഈ പ്രതിഷേധം. ഉത്തരേന്ത്യൻ ബ്രാഹ്മണ മേധാവിത്വത്തിനെതിരായി ദ്രാവിഡ ദേശീയതയിൽ ഊന്നിക്കൊണ്ട് നടക്കാനിരിക്കുന്ന പ്രതിഷേധം തമിഴ്നാട്ടിലെ രാഷ്ട്രീയ നേതാക്കൾക്ക് വലിയ തലവേദനയായി.